الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ബഹുമാനിരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി അതുപ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പരിസരബോധം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു നല്ല സ്വഭാവമാണ്. നമ്മൾ എവിടെയാണ് നടക്കുന്നത്, ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്, ഇപ്പോൾ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, ആരൊക്കെയാണ് എൻ്റെ ചുറ്റുഭാഗത്തുമുള്ളത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത് മതമുള്ളവനും മതമില്ലാത്തവനും അള്ളാഹുവിനെ പറ്റി അറിയുന്നവനും അല്ലാത്തവരും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ആളുണ്ട്. ഇപ്പൊ എനിക്ക് ഇവിടെ മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല, അല്ലെങ്കിൽ വളരെ തിരക്ക് പിടിച്ച റോഡാണ്, ഞാൻ അങ്ങനെ അലക്ഷ്യമായിട്ട് നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ പള്ളിയിലാണ്, അപ്പൊ എല്ലായിടത്തും ചെറിഞ്ഞിരിക്കുന്ന പോലെ ഇരുന്നുകൂടാ, 2 റക്അത്ത് നമസ്കരിച്ചിട്ട് വേണം ഇരിക്കാൻ. അതിന് ഉപ്പുണ്ട്, ഉപ്പാന്റെ മുമ്പില് അങ്ങനെ ഞാനത് പറഞ്ഞുകൂടാ, ശ്രദ്ധിക്കണം. ഗുരുനാഥന്റെ അടുക്കൽ ഇത് ക്ലാസ് മുറിയാണ്, എല്ലാവരും അങ്ങനെ പരിസരബോധം ഉണ്ടാവുക, അത് ആവശ്യമാണ്. ഇതുപോലെ ഒരു വിശ്വാസിക്ക് ഇതിലേറെ ചില പരിസരബോധങ്ങൾ നമുക്കുണ്ടാവണം. ഒരു വിശ്വാസിയാണെങ്കിൽ ഞാനിപ്പോ എവിടെയാണ്, എത്ര വയസ്സായി, ഇനി ഏകദേശം എനിക്ക് എത്രത്തോളമൊക്കെ ഉണ്ടാകും, ഇപ്പൊ ഏതാണ് ദിവസം, മാസം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ആ ഒരു ദീനിയായ പരിസരത്തെ പറ്റി നമുക്ക് ബോധ്യമുണ്ടാകണം. ഈ മാസം ആദ്യത്തിൽ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ റജബ് മാസത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന്. ഒരു പരിസരബോധത്തിന്റെ ഭാഗം തന്നെയാണ്. റജബ് സാധാരണ മാസം പോലെയുള്ള ഒരു മാസമല്ല, അതിലേറെ റജബ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ
ആദരിക്കപ്പെട്ടത് എന്ന പദപ്രയോഗമാണ്. അതിന്റെ പ്രയോഗം തന്നെ ആദരിക്കപ്പെട്ടതാണ്. വിശ്വാസികൾ മാത്രമല്ല, ജാഹിലിയ കാലത്തുള്ള ആ കള്ളുകുടിയന്മാരും തോന്നിവാസികളുമായ ആളുകൾ പോലും റജബിനൊരു ആദരവ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് അന്ന് അവർ യുദ്ധം ചെയ്യാതിരിക്കുന്നതും അന്ന് സൗഹാർദ്ദത്തിൽ ജീവിക്കണം എന്നവർ തീരുമാനിച്ചതൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു തരത്തിലുള്ള പരിസരബോധം നമ്മൾക്ക് വേണം. റജബ് മാസത്തിൽ ഒരുപാട് ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രം പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് സംഭവത്തെ പറ്റിയാണ്. ഇസ്രാവും മിഅ്റാജും റജബ് മാസത്തിലാണ് ഉണ്ടായത് എന്ന് കൂടുതൽ മുഫസ്സിറുകളും വ്യാഖ്യാതാക്കളും ഹദീസ് വ്യാഖ്യാതാക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ചരിത്രം എഴുതി വെക്കുന്ന കാലത്തല്ലല്ലോ, ഹിജറ 1 വർഷം മുമ്പാണ് റജബ് ഇസ്രാവും മിഅ്റാജും ഉണ്ടാവുന്നത്. നബി മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന്റെ 1 കൊല്ലം മുമ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര കൃത്യമായ ഒരു രേഖപ്പെടുത്തലുകൾ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ടായിരിക്കണം റജബ് മാസമാണ് എന്നതാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും അത് ദുൽഖഅദ് മാസത്തിലായിരുന്നു, റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു, അതല്ല ശവ്വാൽ മാസത്തിലായിരുന്നു എന്നതൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും പൊതുവെ അറിയപ്പെടുന്ന ഒരു മാസം റജബ് തന്നെയാണ്. ആ വിഷയത്തിൽ നമുക്ക് ഗുണപാഠങ്ങളാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്ത് എന്ന് പറയുന്നത് റജബ് മാസം. ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അത് നമ്മുടെ കയ്യിലുണ്ട്. ആ മുഅ്ജിസത്തിന് നമ്മൾ വില കൽപ്പിക്കുകയും അത് പാരായണം ചെയ്യുകയും അത് പഠിക്കുകയൊക്കെ വേണം. എന്തെങ്കിലും ഒരു കുറച്ചു നേരമെങ്കിലും ഒരവസരം കിട്ടിയാൽ റസൂലിന്റെ ഏറ്റവും വലിയ നമ്മുടെ കയ്യിൽ ജീവിച്ചിരിക്കുന്ന മുഅ്ജിസത്ത് അതാണ്. റജബിന്റെ മുഅ്ജിസത്ത് ഇസ്രാവും മിഅ്റാജും ആണെങ്കിൽ അത് കഴിഞ്ഞു പോയി, അത് ചരിത്രത്തിൽ മാത്രമാണുള്ളത്. അതുപോലെ പ്രവാചകനിൽ കൂടി ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് കഴിഞ്ഞു പോയി. പക്ഷെ കഴിയാത്ത, കാലാകാലം വരെ നിലനിൽക്കുന്ന, പരലോകത്തും നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന, ഖബറിലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മുഅ്ജിസത്ത് ഖുർആനാണ്. റസൂലിന്റെ ഏറ്റവും വലിയ അക്ബർ മുഅ്ജിസത്ത്. അപ്പൊ അതുമായിട്ടുള്ള ബന്ധം നമ്മൾ ആലോചിക്കണം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ. ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? പഠിക്കാനൊക്കെ സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഇതിനെല്ലാം നമുക്ക് സമയമുണ്ട്. കുറച്ചെങ്കിലും ഒരിക്കലെങ്കിലും കുറച്ചൊന്ന് ഖുർആൻ ഏതെങ്കിലും നിലക്ക് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. പറഞ്ഞു വരുന്നത് ഇസ്രാ മിഅ്റാജിനെ പറ്റിയാണ്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് കഴിയാത്തത് എന്നാണ്. അജസ, അശക്തനാക്കി, മനുഷ്യന്മാർക്ക് കഴിയാത്ത എന്നാൽ അള്ളാഹുവിന് മാത്രം കഴിയുന്നതും പ്രവാചകന്മാരിൽ കൂടി അള്ളാഹു വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് മുഅ്ജിസത്ത്. പ്രവാചകന് പോലും അത് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയത് വളരെ പാടുപെട്ടിട്ടാണ്. എല്ലാ കുട്ടികൾക്കും അറിയാലോ ആ ചരിത്രം. നബിയുടെ വീട് വളഞ്ഞു, അതിന്റെ ഇടയിൽ കൂടി അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. പിന്നീട് ഒളിച്ചു പാർത്ത് ആരുമറിയാതെ രാത്രിക്ക് രാമാനം മക്കയിൽ തൊട്ടടുത്തുള്ള ഒരു ഗുഹയിൽ പോയി 2-3 ദിവസം അവിടെ കഴിച്ചുകൂട്ടി. അവിടുന്ന് പിന്നെ എല്ലാവരും തെരച്ചിലും നബിയെയും അബൂബക്കർ സിദ്ദീഖിനെയും തെരഞ്ഞു നടക്കുന്നവരുടെ അന്വേഷണമൊക്കെ ഒതുങ്ങി എന്ന് കണ്ടപ്പോൾ അവിടുന്ന് വല്ല എഴുന്നേറ്റ് ഗുഹയിൽ നിന്ന് മദീനയിൽ എത്തിപ്പെട്ടതാണ്. അപ്പൊ അത്ര കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഹിജറ പോയത്. അത് മനുഷ്യനെ കൊണ്ട് കഴിയുന്ന അധ്വാനം നബിതാണ്. എന്നാൽ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് നബിക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിൽ, മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ ഉമ്മു ഐമൻ അടുത്ത കുടുംബ വീട്ടിലോ അന്തി ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തെ ഒരു രാത്രി സമയത്ത് ഒരു മാസം ഓടിയാലെത്തുന്ന, ഒരു മാസം അന്നത്തെ കാലത്ത് ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ സഞ്ചരിക്കാവുന്ന ദൂരത്തുള്ള ബൈത്തുൽ മുഖദ്ദസ് പലസ്തീനിൽ ആ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടെത്തിച്ചു. അവിടെ ചെന്ന് അവിടെ നിന്ന് ആ രാത്രി തന്നെ ആകാശലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി
അവിടുന്ന് ഇങ്ങോട്ട് അള്ളാഹുമായിട്ടുള്ള ചില സംസാരങ്ങൾ നടന്നു. നമസ്കാരം ഫർളാക്കി തിരിച്ച് ബൈത്തുൽ മുഖദ്ദസിൽ തന്നെ വന്ന് അതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. അത് കഴിഞ്ഞ് പുലർച്ചെ ഉണർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിക്കിടന്ന വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സുബൈ നമസ്കാരത്തിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി എന്നെ ജിബ്രീൽ വന്ന് ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി, അവിടെ ഞാൻ അവിടെ നമസ്കാരം നിർവഹിച്ചു. അവിടെ അമ്പിയാക്കന്മാർ എന്റെ പിന്നാലെ തുടർന്ന് നമസ്കരിച്ചിരുന്നു. ഞാൻ ആകാശലോകത്തേക്ക് പോയി. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത അള്ളാഹുമായി അടുത്ത ഒരു സ്ഥലത്ത് ഞാൻ എത്തി. സ്വർഗവും നരകവും എനിക്ക് അള്ളാഹു തആല കാണിച്ചു തന്നു. നിങ്ങൾക്ക് 5 നേരത്തെ നമസ്കാരം ഈ രാത്രിയിൽ എന്നോട് ഫർളായി ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് നിർവഹിക്കണം. ഞാനത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എനിക്ക് ജിബ്രീൽ വന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ബൈത്തുൽ മുഖദ്ദസ് നിങ്ങൾക്ക് നീ ആണെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ബൈത്തുൽ മുഖദ്ദസ് ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ രാത്രി കണ്ടു. ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രക്കിടയിൽ മക്കയിൽ നിന്ന് കച്ചവടാർത്ഥം പുറപ്പെട്ട ആളുകൾ എവിടെ എത്തി എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് തിരിച്ച് യാത്ര കഴിഞ്ഞ് ബൈത്തുൽ മുഖദ്ദസിൽ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്നവര് എവിടെ എത്തി എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വഴിയിൽ കാണാവുന്ന എല്ലാ കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ട്. ആകാശലോകത്ത് വെച്ച് അമ്പിയാക്കന്മാരെ അല്ലാഹു തആല എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ കദബൽ ഫുആദു മാ റആ ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. ഇതൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നു. ഷാമിലേക്ക് ഓരോ 6 മാസത്തിനിടയ്ക്കിലും പോയി വരുന്ന ആളുകൾ നബിയെ പരീക്ഷിക്കുന്നു. ഇപ്പെന്നാലും ആ സംഘം എവിടെ എത്തി? അവർക്കറിയാം ഇവിടുന്ന് ഇന്ന ദിവസം പുറപ്പെട്ടാൽ ഇന്നടുത്ത് എത്തിക്കാണും. അവിടുന്ന് പുറപ്പെട്ട ആളുകൾ ഇപ്പൊ എവിടെ എത്തിക്കാണും എന്നിവിടെ എത്തും. എല്ലാം കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നു. സുമ്മദന ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ മാ കദബൽ ഫുആദു മാ റആ അഫതുമാറുനഹു അലാ മാ യറാ. നബിയോ അല്ലാഹുവിനോട് അടുത്തു ആകാശലോകത്ത് വെച്ച്. എന്നിട്ട് അല്ലാഹു തആല അദ്ദേഹത്തിന് മാ ഔഹ കുറെ കാര്യങ്ങൾ കൽപ്പനകളായിട്ട് വഹി നൽകി, നേർക്കുനേരെയുള്ള കൽപ്പനകളായി നൽകി. മാ കദബൽ ഫുആദു പ്രവാചകന്റെ മനസ്സ് കള്ളം പറഞ്ഞിട്ടില്ല. മാ റആ അദ്ദേഹം കണ്ടത് കള്ളമായി പറയുന്നതല്ല. മിഅ്റാജും ഇസ്റാവും സ്വപ്നത്തിലുണ്ടായ ഒരു കാഴ്ചയാണ് എന്നാണ് പിൽക്കാലത്ത് മൊയ്ജിസത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ആളുകൾ പറയുന്നത്. അവര് സ്വപ്നമാണ്. സ്വപ്നം നമുക്കും ഉണ്ടല്ലോ. ദുബായി പോയി വന്നതും മക്കത്ത് പോയി വന്നതും അവിടെ പോയി എന്നൊക്കെ നമുക്കും സ്വപ്നം കണ്ടൂടെ? ഇന്ന ആളുകളെ കണ്ടു. അതൊക്കെ സ്വപ്നമല്ല. കാരണം സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്മിഉൽ ബസീർ. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി തന്റെ റബ്ബിനെ കൊണ്ട് പലായനം ചെയ്യിച്ച അള്ളാഹുവാണ് പരിശുദ്ധൻ. പടച്ചോനെ ഇത് കയ്യുള്ളൂ എന്ന് അല്ലാഹു തആല അത്ഭുതത്തോടുകൂടി ഒരു അത്ഭുത സംഭവമായിട്ട് തന്നെയാണ് ആ വാക്ക് പറയുന്നത്. അസ്റാ ബി അബ്ദിഹി ലൈലൻ ഒരു രാത്രിയിൽ മിനൽ മസ്ജിദിൽ ഹറാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ അഖ്സ എന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക്. എന്നിട്ടോ ലിനുരിയഹു മിൻ ആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്നഹു സമീഉൽ അലീം അവനെല്ലാം അറിയുന്നവനും കാണുന്നവനുമാണ്. അപ്പൊ ആ ഒരു ആയത്ത് പഠിപ്പിക്കുന്നതും അതൊരു സ്വപ്നത്തിൽ കണ്ട കണ്ടതല്ല, നേർക്കുനേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതാണ്, കൊണ്ടുപോയതാണ്. അവിടെ നിന്ന് സൂറത്തുൻ നജ്മിലാണ് പിന്നീട് മിഅ്റാജിന്റെ സംഭവങ്ങൾ പറഞ്ഞു വരുന്നത്. മുസ്ലിം ലോകവും അഹ്ലുൽ കിതാബികളും അന്ന് മുതൽ ഇന്നേ വരെ ഇസ്രാ മിഅ്റാജിന്റെ ആ സ്ഥലങ്ങളും ബൈത്തുൽ മുഖദ്ദസിൽ മുകളിലേക്ക് ഉയർന്നു പോയ സ്ഥലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച പള്ളിയും സ്ഥാനങ്ങളൊക്കെ നിർണയിച്ച് സംരക്ഷിച്ചു വരുന്നു എന്നതാണ്. അപ്പൊ നബിക്ക് സംശയം ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി മാ ഖറജ മിന്നി ഇല്ലാ ഹഖ്ഖുൻ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ നാവിൽ നിന്ന് സത്യമല്ലാതെ ഒന്നും പുറത്തു വന്നിട്ടില്ല.
കെട്ടുകഥകളോ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളോ പുറത്തു വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് അല്ലാഹു തആല അങ്ങനെ ഒരു മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തത്? അത് ലിയുഹിഖൽ ഹഖ ബിവൈബതിൽ ബാതിൽ. പ്രവാചകൻ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റൂല എന്ന് ചിന്തിച്ച് ആലോചിച്ചിട്ട് പറ്റുമെങ്കിൽ നബി എന്തു പറഞ്ഞാലും സ്വീകരിക്കും എന്ന് ബോധ്യമുള്ള വിശ്വാസമുള്ള മുഅ്മിനീങ്ങളെയും നബി എന്തു പറഞ്ഞാലും ഞാനൊന്ന് ആലോചിച്ചിട്ടേ എനിക്കൊരട്ടും കൂടി ചിന്തിക്കണം, നബി പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കൊരട്ടും കൂടി ചിന്തിക്കണം എന്ന് പറയുന്ന പ്രവാചകന്റെ മുഅ്ജിസത്തുകളും അത്ഭുത സംഭവങ്ങളും ഒക്കെ ബുദ്ധിക്ക് യോജിക്കുന്നതാണെങ്കിൽ, അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. ഹദീസ് എന്റെ ബുദ്ധിക്ക് യോജിക്കുമെങ്കിൽ ഞാൻ സ്വീകരിക്കും, അല്ലെങ്കിൽ തള്ളൂ. ഖുർആനിലെ സംഭവങ്ങൾ എന്റെ ബുദ്ധിക്ക് യോജിക്കുമെങ്കിൽ ഞാൻ സ്വീകരിക്കും, അല്ലെങ്കിൽ തള്ളും. അങ്ങനെയുള്ള ആളുകളെയും, എന്നാൽ അള്ളാഹും റസൂലും പറഞ്ഞോ അത് അപ്പടി സ്വീകരിക്കാൻ തയ്യാറുള്ള ആളുകളെയും വിനയമുള്ള മനസ്സുകളെയും വേർതിരിക്കാനാണ് അല്ലാഹു തആല ഇത് ചെയ്തത്. ഈ ഒരു സംഭവം കണ്ടു. അതുകൊണ്ട് തന്നെ സംഭവം ഉണ്ടായി പിറ്റേന്ന് നേരം വെളുത്തപ്പോ ആളുകൾ കൂക്കി പിടിച്ചിരിക്കാൻ തുടങ്ങി, കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഇസ്ലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുറച്ചൊക്കെ ശരി തന്നെയാണ്, കുറച്ചൊക്കെ അദ്ദേഹം അല്ലമീനല്ലേ, സത്യസന്ധനല്ലേ, കുറച്ചൊക്കെ ശരിയാണ് എന്ന് അംഗീകരിച്ചിരുന്ന മക്കക്കാര് വരെ ഇർത്തത്തു, ഇവൻ മഹാകളവ് പറയുന്ന ആളാണെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. വിശ്വാസികളല്ല, അവിശ്വാസികളിൽ നിന്ന് നബി പറയുന്നത് കുറെയൊക്കെ ശരിയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ വരെ പൊട്ടപ്പോഴത്തം പറയുന്ന കളവ് പറയുന്ന ആളാണെന്ന് പറഞ്ഞ് തിരിച്ചുപോയി എന്ന് ചരിത്രത്തിൽ കാണാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരി. മക്കയിലെ ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു, അബൂബക്കർ, നീ പറയുന്ന മുഹമ്മദ് നമ്മളെ നബി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു രാത്രിക്ക് രാമാനം, ഒരു മാസം പോയി ഒരു മാസം ഇങ്ങോട്ടും നടന്നു പോയി എത്താവുന്ന, യാത്രയിൽ എത്താവുന്ന അത്ര ദൂരത്ത് പോയി എന്നും അവിടുന്ന് ആകാശത്തിൽ പോയി എന്നും അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടൊക്കെ മുഹമ്മദ് നബി പറഞ്ഞല്ലോ, എന്താ നിങ്ങളെ അഭിപ്രായം? അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ഖാല മാ ഖുൽതും ഫഖദ് സദഖ്തു. നിങ്ങൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നബി അത് പറഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ല, നബി അങ്ങനെ പറഞ്ഞോ നേരം പുലർന്നപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് സ്വീകരിച്ചു. അതാണ് അബൂബക്കർ അസ്സിദ്ദീഖ്. നബി എന്ത് പറയുന്നതും സത്യമായി അംഗീകരിക്കുന്ന ആ സിദ്ദീഖ് എന്ന കേട്ടത് അദ്ദേഹത്തിന്റെ പേരല്ല, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് അള്ളാഹുവിന്റെ റസൂല് കൊടുത്ത അംഗീകാരമാണ് അബൂബക്കർ സിദ്ദീഖ്. അപ്പൊ സഹോദരന്മാരെ, ഇതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് സത്യമായി അംഗീകരിച്ചവരുണ്ട്, സത്യമായി തള്ളിക്കളഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ കളിയാക്കി ചിരിച്ചവരുണ്ട്. എന്നാൽ എന്റെ നബിക്ക്, ഞങ്ങളുടെ നബിക്ക് അല്ലാഹു തആല ഒരുപാട് അത്ഭുതങ്ങൾ നൽകിയിട്ടുണ്ട്, ആ നബിയെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട് എന്നിങ്ങനെ നബിയുടെ മഹത്വം മനസ്സിലാക്കിയവരുണ്ട്. അതിൽ കൂടി നബി പറയുന്ന സന്ദേശങ്ങൾ വഹി തന്നെയാണ്, അത് മനസ്സിലാക്കിയവരുണ്ട്. ഇസ്ലാമിൽ ഒന്നുകൂടി ഈമാൻ ഉറപ്പിച്ചു നിർത്തിയവരും ഉണ്ട് ഇസ്രാ മിഅ്റാജിന്റെ രാത്രി. അപ്പൊ ഇതാണ് മുഅ്ജിസത്തുകൾ. ഓരോ മുഅ്ജിസത്തിനെയും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഇസ്രാ മിഅ്റാജിന്റെ കാര്യത്തിൽ നമുക്ക് മറ്റൊന്നുകൂടി, അതിനാണ് ഈ പറയുന്നത്, മറ്റൊന്നുകൂടി നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇസ്രാവും മിഅ്റാജും നമസ്കാരവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹി നൽകിക്കൊണ്ടാണ് സക്കാത്തും നോമ്പും ഹജ്ജും ശഹാദത്ത് കലിമയും ഒക്കെ പഠിപ്പിച്ചത്. ശഹാദത്ത് കലിമ അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു കൊടുത്തുകൊണ്ടാണ്. എന്നാൽ ഇസ്രാ മിഅ്റാജിൽ നിന്നാണ് അല്ലാഹു തആല നമസ്കാരത്തെ പഠിപ്പിച്ചത്. ഭൂമിയിൽ കൂടിയുള്ള യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്, രാപലായനം. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഒരു അമാനുഷിക ലോകത്തേക്ക് പോയിക്കൊണ്ടുള്ള ഒരു യാത്രക്കാണ്. നമ്മുടെ നമസ്കാരം അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വരും, എല്ലാവരും കാണും, ജനങ്ങളൊക്കെ സംസാരിച്ച് പള്ളിയിലേക്ക് വരും. നമസ്കാരത്തിന് വേണ്ടി സൊഫ് കെട്ടി നിന്നാൽ പിന്നെ നമ്മൾ ജനങ്ങളുമായുള്ള ബന്ധം കഴിഞ്ഞു, നമ്മളെ പരിസരങ്ങൾ, പഠിച്ചവനുമായുള്ള പരിസരത്തെ നമ്മൾ എത്തി. ഞാൻ എന്റെ മുഖത്തെ ഈ ആകാശ ലോകത്തെ സൃഷ്ടിച്ച റബ്ബിന്റെ മുന്നിൽ ഇതാ തിരിച്ചിരിക്കുന്നു നേർക്കുനേരെ. പിന്നെ മനുഷ്യരുമായിട്ടല്ല, മറ്റു ചിന്തകളിൽ നിന്ന് മാറി
എല്ലാ വികാരങ്ങളിൽ നിന്നും മാറി അള്ളാഹ് എന്ന ഒരു ബോധത്തോടുകൂടി നിൽക്കുന്നു. ഫാത്തിഹ, സൂറത്തുകൾ, റുക്കോയ്, സുജൂദ്, എഴുത്തിദാല്, ഇടയിലെ ഇരുത്തം, തഹിയ്യാത്ത് എല്ലാം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് നാം സലാമും ചൊല്ലി പിന്നെ ജനങ്ങളിലേക്ക് കണ്ടില്ലേ, എന്തൊരു സാമ്യമുണ്ട്. മക്കയിൽ നിന്ന് അത്രയും ദൂരെയുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഭൂമിയിൽ കൂടിയുള്ള ഒരു കര യാത്ര പ്രവാചകൻ നടത്തിച്ചു അല്ലാഹു അദ്ദേഹത്തെ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു വന്നു. നമ്മുടെ നമസ്കാരവും ആ വിളി കേൾക്കുമ്പോൾ നമ്മൾ പള്ളിയിലേക്ക് നടന്നു വരുന്നു, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ വരുന്നു, പള്ളിയിലെത്തുന്നു. അത് കഴിഞ്ഞിട്ട് വിജയം വരിച്ചുകൊണ്ട് നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ എല്ലാ ബന്ധങ്ങളും മറ്റ് പടച്ചവനുമായിട്ടുള്ള ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബുമായി എത്ര അടുത്ത ബന്ധമുള്ള ആ അടുപ്പിൽ ഏറ്റവും അടുപ്പം നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോഴാണ്. ആരും കാണുന്നില്ലല്ലോ. നമ്മളെ നെറ്റിയും മൂക്കും നമ്മുടെ അവയവങ്ങളും മാത്രം നിലത്ത് കുത്തി നമ്മളെ കണ്ണിന്റെ ചുവട്ടിൽ 1 ഇഞ്ച് താഴെയുള്ളത് മാത്രം കാണുന്ന ആ സുജൂദ്, ആ സുജൂദിൽ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുക. ആർക്കാ നമ്മളെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാനില്ലാത്തത്? നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ മിഅ്റാജിൽ ഫകാന ഖാബ ഖൗസൈനി ഔ അദ്ന, അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുത്ത പോലെ സുജൂദിൽ നിങ്ങൾ അടുത്തവരാണ്. നമസ്കാരത്തിന്റെ ആ ഇസ്റാജ് മിഅ്റാജിന്റെ ഒരു ചെറിയ രൂപം നമസ്കാരത്തിൽ കൂടി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമുക്കുള്ള പാഠം. ഇസ്റാവും മിഅ്റാജും തമ്മിലുള്ള ബന്ധം അത് തന്നെയാണ്. ആഖിറു മാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാ അസ്സലാ. അവസാനമായി റസൂലുള്ള മരണത്തിന്റെ തൊട്ട് മുമ്പ് നമ്മളോട് പറഞ്ഞത് നമസ്കരിക്കണം കേട്ടോ, അത് നിങ്ങൾ കൈവിടരുത്. സഹോദരന്മാരെ, നമ്മളൊക്കെ ജീവിതം നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു ചെറിയ യാത്ര ഉണ്ടായാൽ പിന്നെ നമസ്കാരമില്ല, ഒരു കല്യാണം ഉണ്ടായാൽ നമസ്കാരമില്ല, അല്ലെങ്കിൽ കളിയാണെങ്കിൽ പിന്നെ നമസ്കാരമില്ല, അല്ലെങ്കിൽ അവിടെ എത്താൻ വൈകുന്നുണ്ട്, കളിക്ക് എത്താൻ വൈകുന്നുണ്ട്, തന്നെ നിസ്കരിച്ചാൽ ശരിയാവില്ല, പിന്നെ ആക്കാം. അസ്സലാ അസ്സലാ, പ്രവാചകന്റെ വസിയത്ത് അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ടാണ് യാത്രക്കാരനാണെങ്കിലും നാട്ടിലുള്ളവനാണെങ്കിലും പിന്നെ രോഗിയാണെങ്കിലും, രോഗമായി കിടക്കുന്ന കണ്ണുപോലെ മാത്രം ചലിപ്പിക്കുന്ന രോഗിയാണെങ്കിലും അവനെ കൊണ്ട് നമ്മൾ നമസ്കരിപ്പിക്കണം. ബോധമുള്ള ആളുകൾ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പൊ ബോധ്യപ്പെടുത്തി കൊടുത്ത് ആരോഗ്യമുള്ള കാലത്ത് നിസ്കരിക്കാത്തവന് ആ സമയത്ത് നിസ്കരിക്കാൻ കഴിയില്ല. കാലങ്ങളായി പഠിച്ചവനുമായി ഒരു ബന്ധമില്ലാതെ മണ്ണായി പോവുക ഉണ്ടാവുക. കണ്ടില്ലേ? അന്ന് യുദ്ധത്തിൽ ശത്രുക്കൾ ആയുധവുമായി മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പുറത്ത് അവനെ യുദ്ധം നടത്താൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ നമസ്കരിക്കണമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. സലാത്തുൽ ഖൗഫ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രം ഒരു ചരിത്രത്തിൽ വായിച്ചു കേൾക്കുന്ന അത്ഭുതങ്ങളല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് ഇസ്രാ മിഅ്റാജ്. അള്ളാഹു അങ്ങനെ ജീവിതത്തിൽ ഒരു മുസ്ലിമിന്റെ പരിസരം ഏത് മാസത്തിലാണ്, ഏത് ദിവസത്തിലാണ്, എവിടെയാണ് ഞാൻ എന്ന പരിസരബോധത്തോടുകൂടി ജീവിച്ച് മരിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, ഇസ്രാ മിഅ്റാജ് അത്ര വലിയൊരു സംഭവം ഉണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ആരാധനയോ ഒരു പ്രത്യേക മധുര തിന്നലോ ഒന്നും ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മളൊക്കെ ഇതുപോലെയുള്ള ദിവസങ്ങളാണ് കൊണ്ടുപോയിട്ട് ഒരു ആഘോഷത്തിലാക്കി മാറ്റി അന്ന് മാത്രം എന്നൊരു രീതിയിൽ ആവരുത്. ഇസ്രാ മിഅ്റാജിന്റെ അന്ന് പ്രത്യേക നോമ്പില്ല, റസൂൽ പഠിപ്പിച്ചിട്ടില്ല, ഒരു ഹദീസിലുമില്ല. ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും
ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞ ഇസ്രാ മിഅ്റാജ് ആഘോഷങ്ങളാണ്. വലിയ വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ലോകത്ത്. നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളില്ല. എന്നാലും അന്നത്തെ പ്രത്യേകമായ എന്തെങ്കിലും ഭക്ഷണങ്ങൾ, പ്രത്യേകമായ ദുആകൾ ഒന്നുമില്ല. മാസം മുഴുവനും, റജബ് മാസം മുഴുവനും പുണ്യമാസമാണ് എന്നാണ്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഗുണപാഠം. അല്ലാഹു തആല ഈ നമസ്കാരം മാത്രം നേരിട്ട് അങ്ങോട്ട് സന്നിധാനത്തിലേക്ക് വിളിച്ചിട്ട് കൊടുത്തു. അതൊരു പ്രത്യേകതയുണ്ടല്ലോ. നബി മരിക്കാൻ നേരത്തെ നിങ്ങൾ തർക്കിക്കരുത്, കലഹിക്കരുത്, പരസ്പരം ഒത്തുകൂടരുത്, കൊല്ലരുത് എന്നല്ലല്ലോ പറഞ്ഞത്, നിസ്കരിക്കണമെന്നാണല്ലോ. അതൊക്കെ ജീവിതത്തിൽ അത് കൃത്യമായി നിലനിർത്തേണ്ട ഒരു മഹത്തായ ആരാധനയാണ്. അപ്പൊ അതിൽ നിന്നുള്ള ഗുണപാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്. വിനയമാണ് നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹ്ക്ക് നമ്മളെങ്ങനെയൊക്കെ കൊണ്ടടക്കാൻ കഴിയുന്ന അള്ളാഹിന്റെ റസൂലിനെ കൊണ്ട് ആകാശത്ത് വരെ കൊണ്ടുപോയി തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞല്ലോ. അപ്പൊ ഈ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കുദറത്തിനെയും ആ ഖദീറായ ശക്തനായ പരമശക്തനായ അള്ളാഹുവിന്റെ ഒരു വിനയപ്പെട്ട അടിമയാണ് ഞാനെന്ന വിനയബോധമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ റസൂല് അതൊരു വെറും മനുഷ്യൻ മാത്രമല്ല, അദ്ദേഹം നമുക്ക് നൽകി, അദ്ദേഹത്തിന് അള്ളാഹ് കൊടുത്ത മഹത്തായ പദവിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും പദവിയുള്ള ആ റസൂല് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ട് നമുക്ക് ആ മാതൃകയിൽ നമ്മൾ ആ റസൂലിനെ മറന്നു ജീവിക്കരുത് എന്ന ഗുണപാഠമാണ് ഇതിലൊക്കെ നമുക്കുള്ളത്. അതൊക്കെ സ്വീകരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗികളായി ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾ, വീട്ടിൽ കിടക്കുന്ന ആളുകൾ, ഒരു നിലക്കും ചികിത്സിച്ചിട്ടും പരിഹാരം കാണാത്ത ആളുകൾ, അവർക്കൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് അതാണ്. നമുക്കൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദര സഹോദരികൾ, സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും രോഗങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാനസികമായ പ്രയാസങ്ങളും എല്ലാം അകറ്റിക്കൊടുത്ത് നന്നാക്കി തരുമാറാവട്ടെ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏത് കാര്യത്തിൽ നിന്നും അള്ളാഹു നമുക്കെല്ലാം രക്ഷ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും മരിച്ചുപോയ മറ്റു എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് എല്ലാം കണ്ടും കേട്ടും അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر للمؤمنين والمؤمنات يا أرحم الراحمين.